നമുക്ക് ദോശ ഉണ്ടാക്കാനായിട്ടുള്ള 2 ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1 ഗ്ലാസ് ഉഴുന്ന്. ഇതിലേക്ക് 1 സ്പൂൺ, ചെറിയ സ്പൂണാണ്, 1 സ്പൂൺ ഉലുവ. ഞാൻ ഇതിൽ വേറെ അവലോ ചോറോ ഒന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് സാധാരണ ആളുകൾ 1/4 ഗ്ലാസ് ഉഴുന്ന ചേർക്കാറ്. ഞാൻ വേറെ ചോറ് അവൽ അങ്ങനെ ഒന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ ഞാൻ 2 ഗ്ലാസ് പച്ചരിക്ക് 1 ഗ്ലാസ് ഉഴുന്നാണ് ചേർക്കുന്നത്. 1 സ്പൂൺ, ഇത്രയും മാത്രമേ ഞാൻ ചേർക്കാറുള്ളൂ. ഓക്കെ, ഇത് നന്നായി കഴുകി എടുത്ത് വെക്കുക. പിന്നെ നമ്മൾ അടിക്കുമ്പോൾ കഴുകില്ല, ആദ്യമേ നന്നായി കഴുകി ആ വെള്ളത്തിൽ തന്നെ എടുത്ത് വെച്ചിട്ട് ആ വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ മിക്സിയിൽ അടിക്കുന്നത് കേട്ടോ. കഴുകി അഴുക്ക് വെള്ളം കളഞ്ഞ ശേഷം കുതിർത്തി വെക്കാൻ എടുക്കുന്ന വെള്ളം കളയില്ല, അത് തന്നെ എടുത്താണ് ഞാൻ മിക്സിയിൽ അടിക്കുന്നത്. ഉഴുന്ന് അരിയും കുതിർന്നിട്ടുണ്ട് കണ്ടോ. ഇപ്പോൾ തന്നെ അത്യാവശ്യം ഇതൊക്കെ വന്നിട്ടുണ്ട്. ഈ വെള്ളം കളയരുത്, ഈ വെള്ളത്തിൽ തന്നെ വേണം നമ്മൾക്ക് അടിച്ചെടുക്കാൻ. മിക്സിയിൽ അടിച്ചെടുക്കാം, പേസ്റ്റാക്കി എടുക്കാം. കണ്ടോ, ഞാൻ ഉഴുന്ന് അടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിനെ നമുക്ക് നാളെ വരെ, ഇപ്പോൾ സന്ധ്യ കഴിഞ്ഞു, ഇനി നാളെ രാവിലത്തേക്ക് നമുക്കിത് എടുക്കാം. ഇങ്ങനെ അടച്ചു വെച്ച് അനക്കാതെ മൂടി വെക്കാം. നാളെ എടുക്കുമ്പോൾ നന്നായി പൊങ്ങിയിട്ടുണ്ടാവും. കണ്ടോ, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. കണ്ടോ, ഇത് ചട്നിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ ചെരുവിയത്, മുളക്, ഉള്ളി, ഉപ്പ്, വേപ്പില, ഇഞ്ചി, തേങ്ങ ചെരുവിയത്, ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്, അതിലേക്ക് കടുക് ഇട്ടിട്ടുണ്ട്. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഉലുവ ചേർക്കാം. ഇനി നമുക്ക് അടിച്ചു വെച്ച തേങ്ങ, പച്ചമുളക്, ഇഞ്ചി എല്ലാം കൂടെ അടിച്ചു വെച്ചത് ഇടാം. കേട്ടോ, ചട്നി റെഡി ആയിട്ടുണ്ട്. തിളച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഉടനെ ഓഫ് ചെയ്തിടണം. നമുക്ക് ഇനി ദോശയുടെ കൂടെ കഴിക്കാം. കണ്ടോ, കടുക് ഒക്കെ താളിച്ചിട്ടിട്ടുണ്ട്, തേങ്ങ അടിച്ചത് ഇട്ടിട്ടുണ്ട്, ഇതെല്ലാം കൂടി ചേർത്ത് ഇത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിനെ ഇങ്ങനെ ഇളക്കി കൂട്ടാം. ആദ്യം തിളക്കണതിന് മുമ്പേ ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ ആ തേങ്ങാപ്പാലിൻ്റെ ഒരു നല്ലൊരു ടേസ്റ്റ് അങ്ങ് പോകും. ചൂടാക്കി വെക്കുമ്പോൾ മാത്രം തിളച്ചാൽ മതി. നമ്മൾ ആദ്യം താളിച്ചെടുക്കുമ്പോഴത്തേക്ക് അധികം തിളക്കണ്ട. ചട്നി റെഡി ആയിട്ടുണ്ട്. ഇനി ഉപ്പ് പാകം നോക്കിയിട്ട് പോരെങ്കിൽ മാത്രം ഇടുക. ദോശ ഉണ്ടാക്കുന്ന സമയത്ത് മാത്രം ഉപ്പ് ചേർത്ത് ഇളക്കിയാൽ മതി. അതിന് മുമ്പ് ഉപ്പ് ഇടരുത് കേട്ടോ. ഉപ്പിട്ടാൽ കല്ലച്ചു നന്നായിട്ട് പൊങ്ങാൻ ബുദ്ധിമുട്ടാണ്. അപ്പം നന്നായിട്ട് പൊങ്ങി നല്ല ഇതായിട്ട് നല്ല സ്പോഞ്ച് പോലെ ഇരിക്കണമെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്നതിന് തൊട്ട് മുമ്പ് മാത്രം ഉപ്പിട്ട് ഇളക്കിയാൽ മതി. ഓക്കെ.
ഇതിനെ ഇങ്ങനെ മൂടി വെക്കാം. അപ്പോൾ ആവിയിൽ ഇരിക്കുമ്പം നല്ലൊരു സോഫ്റ്റ് ഉണ്ടാവും. പിന്നെ അടുത്ത ചട്ടിയിലും കൂടി ഇടാം. ആദ്യത്തെ വെന്തിട്ടുണ്ട് ആവിയിൽ. അതെടുത്ത് നമുക്ക് അടുത്തതിൽ മൂടാം. ആ മൂടി കണ്ടോ. ആദ്യം ഇട്ട ദോശ ആയിട്ടുണ്ട്. നമുക്കത് എടുക്കാം. ഫ്രൈ പാനിലായതുകൊണ്ട് നമുക്ക് വെളിച്ചെണ്ണ തൂവേണ്ട ആവശ്യമില്ല. എന്താ നല്ല ഇതായിട്ട് വിട്ടുപോരും. കണ്ടോ, ദോശയെല്ലാം ആയിക്കഴിഞ്ഞു. ലാസ്റ്റത്തെ കുട്ടി ദോശ. ഓക്കെ, എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു കൂട്ടുകാരെ. കണ്ടോ ഗൈസ്, ഇന്ന് രാവിലെ ദോശയും ചട്നിയും കട്ടൻ ചായയും. കണ്ടോ, ഇന്ന് രാവിലെ ഞാനതാണ് കഴിക്കുന്നത്. എടുത്ത് ചട്നിയിൽ മുക്കി എന്നിട്ട് ചൂട് ചായ കുടിക്കണം. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. ഈ മഴ സമയമായതുകൊണ്ട് കട്ടൻ ചായയും ദോശയും ചട്നിയും സൂപ്പർ കോമ്പിനേഷനാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യണം.